ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ ആണ്. അതിന് വേണ്ടുന്നത് ചക്ക കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ വേണം, ഇത്തിരി ജീരകം, പച്ചമുളക്. ഇത് പഴുത്താണ്, നല്ല എരി ഉണ്ടാവും. ഇതെല്ലാം കൊണ്ട് നമുക്കൊരു ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി നോക്കാം. അടുപ്പിൽ ചട്ടി വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് പകുതി വേവാകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ചക്കയിലേക്ക് ആവശ്യമായ തേങ്ങ അരപ്പിന് വേണ്ടി തേങ്ങയും ജീരകവും പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുക. ചക്കയ്ക്കുള്ള തേങ്ങ അരച്ച് ജീരകവും ഉപ്പും പച്ചമുളകും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഇവിടെ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇളക്കി അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ ചക്ക വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് തീ കെടുത്തിയിട്ടുണ്ട്. ഇനി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി ചേർക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. അല്പം വെളിച്ചെണ്ണ ഒരു സ്പൂൺ ചേർക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി
5 മിനിറ്റ് അടച്ച് വെച്ചേക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുകയാണ്. അങ്ങനെ നമ്മൾ ചക്ക കൂട്ടാൻ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കും ഒരു മാങ്ങ കൊണ്ട്, പഴുത്ത മാങ്ങ കൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഇത്തിരി മാങ്ങാ പുളിശ്ശേരി കൊണ്ട് ഇതിലൊഴിച്ച് അത് ഇളക്കി കഴിച്ച് നോക്കാം. അടിപൊളി. ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കി ഇതിൽ ആവശ്യമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ട് പ്രോട്ടീൻ ഉണ്ടാവും, കൊഴുപ്പുണ്ടാവും, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാം ഉത്തമ ആഹാരമാണ്. ഒരു നേരത്തെ ആഹാരമായിട്ട് ഈ ചക്ക പുഴുക്കും മാങ്ങ ഒരു പുളിശ്ശേരിയും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നിത്യവും എൻ്റെ ഇങ്ങനെയുള്ള പാചക വീഡിയോകൾ ലഭിക്കുന്നതാണ്. താങ്ക് യു.